നമസ്കാരം, ഞാൻ നിരഞ്ജന. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് തിരുവോണം, അതായത് മഹാബലി തമ്പുരാൻ മലയാളികളെ കാണാൻ എത്തുന്ന ദിവസം. മഹാബലി തമ്പുരാന്റെ കാലത്ത് എല്ലാവരും കള്ളവും ചതിയുമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് കേന്ദ്ര വിദ്യാലയത്തിലെ 7th B വിദ്യാർത്ഥികൾ കൂടിച്ചേർത്തൊരുക്കിയ ഒരു ഓണവിരുന്നാണ് ഇത്. ആദ്യം തന്നെ ഓണവിശേഷങ്ങളും ഓൺലൈൻ ക്ലാസ്സിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളും കൂടിച്ചേർത്തൊരുക്കിയ സ്കിറ്റ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ അക്ബർ ആൻഡ് ബീർബലിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇതിന്റെ നോട്ട്സ് ഞാൻ തന്നിട്ടില്ലേ? ഓക്കെ 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 നോട്ട്സ് ഞാൻ തന്നു. അപ്പൊ ഞാൻ നേരത്തെ തന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഇത് എഴുതിയിട്ടുണ്ടാവും, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഇതേ ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഇന്ന് ചോദിക്കാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാനാണ് വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ ചോദിക്കാം കാരണം ഞാൻ നോട്ട്സ് തന്നിന്. അപ്പൊ Excuse me, ma'am. യെസ് മാം. Ma'am, your class was good, but you can also ask questions in between the class. മാഡം ഞാനത് ലാസ്റ്റാണ് ചോദിക്കാറ് അവരോട്. Okay, you can also ask class, but when you ask in the middle of the class, you can understand that whether they understand the lesson or not. ഓക്കെ മാം. And some are not in uniform also. മാം അത് അവർ ഒരു എക്സ്ക്യൂസ് പറയും, അതായത് എനിക്ക് ടൈറ്റ് ആണ്, 2 കൊല്ലം മുമ്പേത്തെ യൂണിഫോം ആണ് എന്നെല്ലാം പറഞ്ഞിട്ട്. And some are also joined with their father or mother's ID. അത് അവർക്ക് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. മീറ്റിംഗ് ലിങ്ക് വെച്ചിട്ട് കയറാനെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ ഇത് ലാസ്റ്റായിട്ട് അയച്ചു കൊടുത്തതാണ്. ഇനി സ്കൂൾ പ്രൊവൈഡ് ചെയ്ത ID വെച്ച് കയറാൻ പറഞ്ഞിട്ടുണ്ട്. Okay, take care of it. You carry on. ഓക്കെ ഓക്കെ മാം. സോ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു സിദ്ധാർത്ഥ്. യാ, അക്ബറിനോട് ആരോ പറഞ്ഞത് അത് ബീർബൽ ശരിയല്ല, സ്മാർട്ട് അല്ലാന്ന്. ഹലോ സിദ്ധാർത്ഥ്, റിപ്പീറ്റ്. Siddharth, I think he have net issue. So leave it. I will ask the question to Siddharth. What are you doing there? Sorry, ma'am. Ma'am asked Siddharth parents to call me within this evening. Okay, ma'am. I will tell. And don't repeat this type of thing, Siddharth. This is your last warning. Okay, so same question goes to others. Yes, ma'am. Okay, yeah, tell. Same question. എന്ത് പറ്റി? Why? Show me your notebook. Ma'am, note complete alla. Everyone show me your notebook. എല്ലാരും നിങ്ങളുടെ നോട്ട്ബുക്ക് ഒക്കെ കാണിച്ചേ. Completed all. Okay. Yeah. Diya Manoranjan, good handwriting. Yeah, okay, good. Shiva Ganga, show. Why are you sitting there? Yes, ma'am. Okay. Ma'am, my half is completed, but half is not completed. Why half is completed? Why? Because my pen's ink over. This is not an excuse. Okay. Okay, ma'am. Fencing is over. Yes, Bring ma'am. one Look new. at this. ഒരു പുതിയത് വാങ്ങിച്ചിട്ട് അത് ഇത്. Yes, ma'am. ഇന്ന് മേടിക്കും. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്ന നോട്ടല്ലേ, അത് നിനക്ക് കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇതുവരെ നീ കേട്ടിട്ടില്ല പെന്നില്. അല്ല, പുതിയ പെന്ന് മേടിച്ചിട്ടില്ല. അതർ സബ്ജക്റ്റിന്റെ ഇത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത അതർ സബ്ജക്ട് എഴുതുക.
ഫസ്റ്റ് ഏത് നോട്ടാണോ അത് വെച്ചാൽ എഴുതുക. അപ്പം ബാക്കിയുള്ളവരെന്നെ ചീത്ത പറയൂലേ? ഫസ്റ്റ് ഏത് നോട്ടാണോ വന്നത് അത് ആദ്യം കോപ്പി ചെയ്തിട്ട് പിന്നീട് മറ്റുള്ള നോട്ട് ചെയ്യുക. ഓക്കെ മാം. അത് വന്ന പാടെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അല്ലാതെ പെന്നിൻ്റെ കഴിഞ്ഞു അത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദെൻ യു ഫോർഗോട്ട് അബൌട്ട് യുവർ മാർക്ക്. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ ഇനി ഞാൻ ഇത്രയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. യു സബ്മിറ്റ്. സമയം കഴിയാനായി. സോ ഐ വിൽ ആസ്ക് ക്വസ്റ്റ്യൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ആഫ്റ്റർ വെക്കേഷൻ. സോ നിങ്ങൾ ഓണം വെക്കേഷൻ വരാൻ പോവാണ്. കുറേ ദിവസം ഉണ്ട് ഓണം വെക്കേഷൻ. സോ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു എസ്സേ എഴുതാൻ തരാം. ഓണത്തെ പറ്റി ഒരു എസ്സേ. ഓണത്തെ പറ്റി ഒരു എസ്സേ എഴുതിയിട്ട് യെസ് മാം ഈ എസ്സേ എഴുതാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ ഒരു ഫോണില്ല. ഞാൻ എൻ്റെ അയൽവാസിന്റെ ഫോണിനാണ് കേൾക്കുന്നത്. അപ്പൊ ഓണത്തിനെ പറ്റിട്ട് ഒന്നും ഗൂഗിളിൽ നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ല അവരെനിക്ക് ക്ലാസ് കേൾക്കാൻ മാത്രമേ തരുള്ളൂ. ഹലോ മാം. യെസ് മാം. Adarsh, this is a famous festival of Kerala. The whole Kerala is celebrating it and you don't know anything about it. You will not get any mark on it. That's all. Ma'am just put 0 for his mark. So okay ma'am. Others write what you know. I am giving one more chance to you. നിങ്ങൾക്ക് എന്താ അറിയുന്നത് വെച്ച് എഴുതിക്കോ. പിന്നെ don't come with any excuse to me, okay? ഇങ്ങനത്തെ എക്സ്ക്യൂസ് കൊണ്ട് എൻ്റെ അടുത്ത് വരാൻ പാടില്ല ഇനി. Okay. So everyone bye and take care. Happy Onam. Thank you ma'am. ആദർശ നിന്റെ ക്ലാസ് ആയിരുന്നില്ല, ഇന്ന് എന്റെ ഫോൺ താ. എന്താ മോനെ? ഞാൻ നോക്കാം മോനെ, ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. നീ പോയി ചോറ് എന്നാ നോക്കാം. നമസ്കാരം മോനെ. മോൻ എന്തിനാ വിഷമിക്കുന്നത്? മോൻ വിഷമിക്കണ്ട കേട്ടോ. മോന്റെ സ്കൂളിലെ പ്രവർത്തനം ചെയ്യാൻ ഞാൻ സഹായിക്കാം. ഇതാ എന്റെ 2 കൂട്ടുകാർ. ഇവർ നിനക്ക് എല്ലാം പറഞ്ഞു തരും. എൻ്റെ പേര് ദിയ മനോരഞ്ജൻ. ഇന്ന് ഞാൻ ഓണത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. ഉത്സവങ്ങൾ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകം ആണ്. ഓണവും അതിൽ ഒന്ന്. രാക്ഷസ രാജാവ് ആയിരുന്ന മഹാബലിയുടെ തിരിച്ചുവരവ് ആണ് ഈ കൊയ്ത്തുത്സവത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ചിങ്ങമാസത്തിൽ ആണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. മഹാബലി രാക്ഷസ രാജാവ് ആയിരുന്നെങ്കിലും അതീവ ദയാലുവും ധർമ്മിഷ്ഠനും ആയിരുന്നു. വാമനനാൽ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലിയെ വരവേൽക്കാൻ മലയാളികൾ പൂക്കളം തീർത്ത് അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന്റെ ഓർമ്മകളെ പ്രതീകം ആയി സദ്യ ഒരുക്കും ചെയ്യുന്നുണ്ട്. പുലിക്കളി, ഓണപ്പൊട്ടൻ, ഓണത്തല്ല് എന്നീ കലാപരിപാടികൾ പല സ്ഥലത്ത് കൊണ്ടാടുന്നുണ്ട്. മലയാളികൾ പുതിയ വസ്ത്രം ധരിക്കും, തിരുവാതിര കളിക്കും ചെയ്യുന്നുണ്ട്. ഈ 10 ദിവസം നീണ്ടേൽക്കുന്ന ആഘോഷം മലയാളികളെ ഐക്യത്തെയും സംസ്കാരത്തെയും വിളിച്ചോതുന്നുണ്ട്. ജാതിമതഭേദം എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന ഉത്സവം ആണ് തിരുവോണം. മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട ആഘോഷമായ ഓണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയോടെയും ആഘോഷമാണ് മലയാളികൾക്ക് ഓണം. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് നാം ഓണം ആഘോഷിക്കുന്നത്. തിരുവോണത്തിന് 10 ദിവസം മുൻപേ തന്നെ അത്തം നാൾ തൊട്ട് കേരളീയർ ഓണം ആഘോഷിച്ചു വരുന്നു. വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ തിരുവോണ നാളിൽ എത്തുന്നു എന്നതാണ് ഓണത്തെക്കുറിച്ചുള്ള
ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും കേരളീയർക്ക് ഓണം എന്നത് വിളവെടുപ്പിൻ്റെയും അവയുടെ വ്യാപാരത്തിൻ്റെയും ഉത്സവം കൂടിയാണ്. നന്ദി. ഇതാ വാമനൻ. വാമനൻ ആണ് എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താത്തിയത്. വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമനനാണ് ഞാൻ. 3 അടി മണ്ണ് ചോദിച്ചു ഞാൻ മഹാബലിയുടെ അടുക്കൽ ചെന്നു. മഹാബലി സന്തോഷപൂർവ്വം അളന്നെടുക്കുവാൻ പറഞ്ഞു. ആദ്യത്തെ അടി ഞാൻ ഭൂമി അളന്നു. 2ാമത്തെ അടി ഞാൻ ആകാശവും പാതാളവും അളന്നു. 3ാമത്തെ അടി മഹാബലി തന്റെ ശിരസ് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എന്റെ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ചു. അങ്ങനെയാണ് ഞാൻ മഹാബലിയുടെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്തത്. മോനി എല്ലാം മനസ്സിലായോ? മോന്റെ മറ്റൊരു പ്രശ്നമല്ലേ സ്കൂളിലെ ക്ലാസ് കേൾക്കാൻ മൊബൈൽ ഫോണൊന്നും ഉപകരണമില്ലാത്ത? അത് നാളെ രാവിലെ ഞാൻ കൊണ്ടുതരാം കേട്ടോ. ഇനി മോന്റെ സ്വപ്നത്തിലേക്ക് മടങ്ങി പോയിക്കോളൂ. എന്താ മോനെ, എന്തിനാ എല്ലാവരും വിളിക്കുന്നേ? അമ്മ, സ്വപ്നത്തിൽ വന്നിട്ട് മഹാബലി എനിക്ക് എന്റെ അസൈൻമെന്റ് പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചു. ആണോ? വളരെ നല്ലത്. എന്നാ അത് എഴുതാൻ നോക്കിക്കോ. പിന്നെ എനിക്കിന്ന് ഓണം ബമ്പറിന്റെ ഒരു ഫോൺ സമ്മാനമായി ലഭിച്ചു. മഹാബലി, ഞാൻ താങ്കളോട് ഒരിക്കൽ കൂടി വളരെ വളരെ നന്ദി പറയുന്നു. ഓക്കെ, സോ എല്ലാവരും നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ആൻഡ് യുവർ ക്ലാസ് വാസ് വെരി യുവർ എസ്സേ വാസ് വെരി വണ്ടർഫുൾ. എല്ലാവരും നന്നായിട്ട് ചെയ്തു. എസ്പെഷ്യലി ആദർശിനെ എടുത്ത് പറയണ്ട്. യു ഡൺ വെരി വെൽ. നീ അത് ശരിക്കും ആ കാലത്ത് പോയിട്ട് എഴുതിയാണോ? ആ കാലത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് എഴുതിയിരുന്നു കേട്ടോ. ആൻഡ് സിദ്ധാർത്ഥ്, നീ ആരുടെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്? ലെഫ്റ്റ് ആവാണ്ട് എവിടെയോ ഓടിപ്പോയി. നീ ആള് മൊത്തത്തിൽ തരികിടയാണല്ലോ. സോറി മാഡം, ഞാൻ ക്ലാസ് തീർന്നതിന്റെ ഈ ലോഡിയത് ട്രൗസർ ഉണ്ടായിട്ടാ. ഓക്കെ. സോ നമുക്ക് നമ്മുടെ ക്ലാസ് തുടരാം. ആൻഡ് സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തതായി കുറച്ച് കലാപരിപാടികളുമായി 7th ബിയിലെ മറ്റു വിദ്യാർത്ഥികൾ എത്തുന്നു. അടുത്തതായി സിദ്ധാർത്ഥിന്റെ ഒരു ന്യൂ ജനറേഷൻ ഓണം ഡാൻസ്. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. നമസ്കാരം. ഓണക്കാലമാണിത്. അതുകൊണ്ട് തന്നെ പൂക്കളും മാവേലിയും നമ്മളുടെ സ്വന്തം നാടിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ഞങ്ങൾ ഇന്ന് പാടുന്നത്. പാട്ടിന്റെ പേര് മലയാളക്കര. മലയാളക്കര ഇതു മലയാളിക്കര, കഥകളിയാടും കര, മാവേലി മന്നൻ വാണൊരു കര, കൽപ്പനിറ പൂതച്ച ഹരിതമികര. തെയ്യവും തുള്ളലും അമ്പലപ്പൂരങ്ങളും ആറാട്ടിനെത്തുന്നോരാനകളും മേളവും സദ്യയും വഞ്ചിപ്പാട്ടുകളും ആറൻ മുളച്ചുണ്ടൻ വള്ളങ്ങളും. പുഴയും കാടും മലയോരം അതിൽ വിളയും ഏലവും കുരുമുളകും നിരന്നെത്തുന്നേ
കടലും കരയും കടന്നെത്തും ദേശാടന കിളിയും മലരുണ്ണാൻ. ഉത്സവനാളുകളിൽ വീണ്ടും മലയാളക്കര ഇതു മലയാളിക്കര, കഥകളിയാടും കര. മാവേലി മന്നൻ വാണൊരു കര, കൽപ്പനിര പൂതിച്ച ഹരിതമികര. മലയാളക്കര ഇതു മലയാളിക്കര, കഥകളിയാടും കര. മാവേലി മന്നൻ വാണൊരു കര, കൽപ്പനിര പൂതിച്ച ഹരിതമികര. എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടമായെന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം.